എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മീൽ മേക്കർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഏകദേശം അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. കുതിർത്തിയ ശേഷം നന്നായി പിഴിഞ്ഞെടുക്കണം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ആവശ്യമുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇടാം. നന്നായി വേവിച്ച ശേഷം ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എന്നിവയിടാം. കൂടെ തന്നെ ചെറുതായി മുറിച്ച സവാളയും. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും ഇടാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കാം. ഇതിലേക്കുള്ള മൈദ സ്ലറി കൂടി ഉണ്ടാക്കാം. 2 ടീസ്പൂൺ മൈദ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഇതിന് പകരം മുട്ടയിൽ മുക്കിയെടുക്കാം. കട്ടകളില്ലാതെ കലക്കിയ ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. തിക്കായിട്ടല്ല വേണ്ടത്, ലൂസായിട്ടാണ് വേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ കലക്കിയാൽ മതി. കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ചെറുതായി ഉരുട്ടിയെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്കൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംബിലേക്ക് ഇടാം. നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാം. തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. തിരിച്ചിടുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ തിരിച്ചിടണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും. ചെറുതായി ഇതുപോലെ ആകുമ്പോൾ ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. നല്ല ക്രിസ്പിയായി കിട്ടും. സൈഡുകൾ മാറ്റി മാറ്റി ഇടാം. റെഡി ആയിട്ടുണ്ടെടുക്കാം.
നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ സോയാ ബോൾസ് റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സോയ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ചുമാണ്. 4 മണി ചായക്കൊപ്പവും അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.